ഒരു നാൾ കോടീശ്വരനാകുമെന്ന സ്വപ്നം കണ്ടാണ് ഒരു കൂട്ടം ജനങ്ങൾ ഉറക്കമുണരുന്നത്. കോരികളും അരിപ്പകളും ഉപയോഗിച്ച് വജ്രത്തെ കണ്ടെത്താൻ അതിരാവിലെ മുതൽ ഇവർ ഭൂമി കുഴിക്കും. ഇവരുടെ ദിവസം തന്നെ ആരംഭിക്കുന്നത് വജ്രത്തെ അന്വേഷിച്ചുകൊണ്ടാണ്. ഒരു നാൾ കോടിക്കണക്കിന് രൂപ കയ്യിലെത്തുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പറഞ്ഞു വരുന്നത് മധ്യപ്രദേശിലെ കൃഷ്ണ കല്യാൺപൂർ ഗ്രാമീണരെക്കുറിച്ചാണ്. പന്ന നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വജ്രഖനികൾ തേടിയാണ് ഇവരുടെ ജീവിതം. ഈ ഖനികൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഈ പ്രദേശം ഒറ്റ രാത്രി കൊണ്ട് നിരവധി പേരെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമാക്കി മാറ്റിയിട്ടുണ്ട്. ഭൂമിയുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് നിന്ന് വജ്രം ലഭിക്കുന്നതിനാൽ ഇതിനെ രത്നഗർഭ എന്നാണ് പറയപ്പെടുന്നത്. മധ്യപ്രദേശിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള വിന്ധ്യാചൽ എന്ന മനോഹരമായ പർവ്വത നിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലൂടെ കെൻ നദി ഒഴുകുന്നു. ഏകദേശം 20 ഏക്കർ ഭൂമി ഉൾക്കൊള്ളുന്ന വലിയ വജ്രഖനികൾ ഇവിടെയുണ്ട്. ഏതൊരു ഇന്ത്യൻ പൗരനും ഖനന പാട്ടത്തിന് വേഗത്തിൽ അപേക്ഷിക്കാനാകുന്ന രാജ്യത്തെ ഏക സ്ഥലമാണിത്. ഒരാൾ 280 രൂപയോടൊപ്പം ഫോം പൂരിപ്പിച്ച് ഓഫീസിൽ നിന്നുള്ള അനുമതി തേടണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ജില്ലാ ധാതു വകുപ്പ് ഖനി ഉടമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഖനി സ്ഥലങ്ങളുണ്ട്. ഖനിസ്ഥലം പാട്ടത്തിനെടുത്ത് ഖനനം നടത്താം. പ്ലോട്ടിന് അനുമതി ലഭിച്ചാൽ ജനങ്ങൾക്ക് ഉടൻ തന്നെ കുഴിക്കാൻ തുടങ്ങാം. ഒരാൾ 4-5 അടി നിലത്ത് കുഴിച്ച് വജ്രങ്ങൾ ഒളിച്ചിരിക്കുന്ന ചരൽ തിരയണം. രത്നം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ ഒരു കുഴിയിൽ നിന്നും കഴുകി വൃത്തിയാക്കുന്നു. തുടർന്ന് ഇരുമ്പരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നു. അവശേഷിക്കുന്ന ഉരുളൻ കല്ലുകളെ ഉണക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ വജ്രങ്ങൾ ലഭിക്കുമെന്നും തൊഴിലാളികൾ പറയുന്നു. സക്കറിയ ചോപ്രയുടെ ഉടമസ്ഥതയിലുള്ളതും കൃഷ്ണ കല്യാൺപൂർ പാർട്ടി ബജാരിയ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ളതുമാണ് 2 ഖനികൾ. മിക്ക ഖനന തൊഴിലാളികളും പാർട്ടി ബജാരിയ ഖനിക്കാണ് പാട്ടത്തിനായി അപേക്ഷിക്കുന്നത്. പാർട്ടി ബജാരിയ ഖനിയിൽ നിന്ന് വജ്രങ്ങൾ ശേഖരിച്ച നിരവധി തൊഴിലാളികൾ ഇന്ന് ലക്ഷപ്രഭുക്കളാണ്. ഇവിടെ നിന്ന് തുടർച്ചയായി വജ്രങ്ങൾ ലഭിക്കുന്നതിനാലും ഇവിടെ വിലയേറിയ രത്നങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായതിനാലും അധികം തൊഴിലാളികളും പാർട്ടി ബജാരിയായിൽ തൊഴിലെടുക്കുന്നു. നിരവധി തൊഴിലാളികൾക്ക് കോടികൾ നേടിക്കൊടുത്ത ഖനിയാണിത്. രത്നങ്ങൾ തിരയുന്നത് എളുപ്പമായതിനാൽ മഴക്കാലത്ത് ഖനിത്തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുന്നു. ദരിദ്ര ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളും കർഷകരും ഖനിക്ക് സമീപം കുടിലുകൾ കെട്ടി താമസിക്കുന്നുണ്ട്. പന്ന എന്ന ഖനി ഗ്രാമം അവസരത്തിന്റെ കഥയാണ്. വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. അല്ലാത്ത പക്ഷം വെറും കൈയോടെ മടങ്ങുമെന്നും ഖനന തൊഴിലാളികൾ പറയുന്നു.